بسم الله الرحمن الرحيم قل ما أسألكم عليه من أجر وما أنا من المتكلفين إن هو إلا ذكر للعالمين ولتعلمن نبأه بعد حين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1587 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 38 അധ്യായമായ സൂറത്ത് സ്വാദിലെ 86 മുതൽ 88 വരെയുള്ള അവസാനത്തെ 3 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മാ അസ്അലുകും അലൈഹി മിൻ അജ്ർ വമാ അന മിനൽ മുതകല്ലിഫീൻ ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ وَلَتَعْلَمُنَّ نَبَأَهُ بَعْدَ حِينٍ. صدق الله العلي العظيم. സൂറത്ത് സ്വാദിലെ 86 മുതൽ 88 വരെയുള്ള അവസാനത്തെ 3 ആയത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഒരു നിർദ്ദേശം നൽകുകയാണ് ഇവിടെ. മനുഷ്യ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിലുണ്ടായ ആദ്യഘട്ടത്തിലുണ്ടായ ഒരു സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല 71 ആയത്ത് മുതൽ 85 ആയത്ത് ഉൾപ്പെടെയുള്ള ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾപ്പിക്കുന്ന വിധത്തില് വിവരിക്കുകയുണ്ടായി. അവിടെ അഭിസംബോധന ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. ഇത് ഖാല റബ്ബുക ലിൽ മലായികതി എന്നാണത് തുടങ്ങുന്നത്. നിന്റെ നാഥൻ മലക്കുകളോട് പറയുകയുണ്ടായ ആ സന്ദർഭം പ്രത്യേകം സ്മരണീയമാണ്, ഓർക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ സ്മരിക്കൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിവരണം തുടങ്ങുന്നത്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച കാര്യവും കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച കാര്യവും സൃഷ്ടിപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മലക്കുകളൊക്കെയും തന്നെ അള്ളാഹുവിന്റെ ആ പുതിയ സൃഷ്ടിക്ക് സുജൂദ് ചെയ്യണം എന്ന് നിർദ്ദേശിക്കപ്പെട്ട കാര്യമൊക്കെ അള്ളാഹു വിശദമായിട്ട് അവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അതിന് സന്നദ്ധനാകാതെ കിബർ കാണിച്ച് മാറി നിൽക്കുകയായിരുന്നു ഇബ്ലീസ്. അള്ളാഹു അതിന്റെ കാരണം തിരക്കിയപ്പോഴാണ് ഇബ്ലീസ് അത് വെളിപ്പെടുത്തുന്നത്. ഞാനാണ് ഈ പുതിയ സൃഷ്ടിയേക്കാൾ ഉത്തമനായത്. നീ എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് തീ കൊണ്ടാണ്, അവനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ട്. അതുകൊണ്ട് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഞാൻ അവനേക്കാൾ ഉത്തമനാണ്, അവനേക്കാൾ ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് ഞാൻ അവന് സുജൂദ് ചെയ്യാൻ സന്നദ്ധനല്ല എന്നാണ് ഇബ്ലീസ് ആവർത്തിച്ച് പറയുകയുണ്ടായത്. അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഇബ്ലീസിന്റെ മേൽ സ്ഥിരപ്പെടുന്നതിന് കാരണമായ ഒരു നിലപാടാണ് ഇബ്ലീസിന്റെ ഇക്കാര്യം. ഇബ്ലീസ് കിബ്ർ കാണിച്ചുകൊണ്ട്, നന്ദികേട് കാണിച്ചുകൊണ്ട് ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ ശാപത്തെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നതും അങ്ങനെയാണെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ എനിക്ക് നീ അവസരം നൽകണം എന്ന്
ഇബ്ലീസ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്. ഇബ്ലീസ് ആവശ്യപ്പെട്ട പ്രകാരം ഇബ്ലീസിന് അള്ളാഹു അവസരം നൽകുകയുണ്ടായി. അക്കാര്യം അള്ളാഹു ഇബ്ലീസിനോട് തന്നെ വെളിപ്പെടുത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. അത് ഒരു നിർണിതമായ നാള് വരേക്ക് മാത്രമാണത്. ആ അവസരം എന്നത് ഒരു നിർണിതമായ നാള് സംഭവിക്കുന്ന ഘട്ടം വരെ മാത്രമാണ്. അതിനെ തുടർന്നാണ് ഇബ്ലീസ് അള്ളാഹുവിനോട് ഒരു വെളിപ്പെടുത്തലിന്റെ വെല്ലുവിളിയുടെ ഒക്കെ ഒരു സ്വരത്തില് പറയുകയുണ്ടായത്. നിന്റെ അജയ്യതയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഞാൻ അവരെയൊക്കെ വഴികേടിലാക്കും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, അവരുടെ കൂട്ടത്തിലെ നീ പ്രത്യേകമാക്കി വെച്ച നിന്റെ ഇബാദുകൾ ഒഴികെ ബാക്കി എല്ലാവരെയും ഞാൻ വഴിപഴപ്പിക്കും എന്നാണ് ഇബ്ലീസ് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ അള്ളാഹുവിനോട് പറയുകയുണ്ടായത്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് അള്ളാഹു അപ്പോൾ തന്നെ പറയുകയുണ്ടായ കാര്യം, എന്നാൽ വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചോളൂ, വാസ്തവം മാത്രമേ ഞാൻ പറയാറുമുള്ളൂ. നിന്നെയും നിന്നെ പിൻപറ്റാൻ മുതിർന്നവരെയും കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു ആ ഘട്ടത്തിൽ ഇബ്ലീസിനോട് പറയുകയുണ്ടായത്. അപ്പൊ ഇബ്ലീസിന്റെ ആത്യന്തിക പരിണതി നരകമാണ്. നരകത്തിലാണ് ഇബ്ലീസ് ഒടുക്കം ചെന്ന് ചേരുക. അക്കാര്യം ഇവിടെ വളരെ വ്യക്തതയോടുകൂടി അള്ളാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജഹന്നമ ആരെ കൊണ്ടാണ്? മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ, നിന്നെയും അവരുടെ കൂട്ടത്തിൽ നിന്നെ പിൻപറ്റാൻ മുതിർന്നവരെയും കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യും എന്ന്. അപ്പൊ ഇബ്ലീസിന്റെ ധിക്കാരത്തിനുള്ള ശിക്ഷ അന്ത്യനാൾ വരെ ഇബ്ലീസിന് അല്ലാഹു അവസരം നൽകുന്നുവെങ്കിലും ഒടുക്കം നരകശിക്ഷ നൽകപ്പെടുന്നതിനായി നരകത്തിലേക്ക് എറിയപ്പെടുക തന്നെ ചെയ്യും എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഇബ്ലീസിന് മാത്രമല്ല, ഇബ്ലീസിനെ പിൻപറ്റാൻ സന്നദ്ധരായ ഈ പുതിയ സൃഷ്ടിപ്പിൽപ്പെട്ട, പുതിയ സ്പീഷീസിൽപ്പെട്ട ബഷർ എന്ന വിഭാഗത്തിൽപ്പെട്ട ഇബ്ലീസിനെ പിൻപറ്റാൻ മുതിർന്ന എല്ലാവരെയും അള്ളാഹു നരകത്തിലെറിയും, നരകം അവരെ കൊണ്ട് നിറക്കും എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് ഈ സൂറത്ത് ഉപസംഹരിക്കുന്ന വിധത്തില് ഈ ആളുകളോട് ഒരു കാര്യം പറയാൻ വേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുമതലപ്പെടുത്തുകയാണ്. അപ്പൊ ഈ സൂറത്തിന്റെ പൊതുവായ അഭിസംബോധിതരിലേക്ക് തിരികെ വരികയാണ്. പൊതുവായ അഭിസംബോധിതർ എന്ന് പറയുന്നത് ഈ സൂറത്തില് മക്കയിലെ മുശ്രിക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം നിർവഹിച്ചുകൊണ്ടിരുന്ന ആ സമൂഹത്തിലെ അള്ളാഹുവിന്റെ പ്രവാചകനായിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന മക്കയിലെ നിഷേധികളും ബഹുദൈവാരാധകരും ഒക്കെയായ ആളുകളാണ് ഈ സൂറത്തിൽ പൊതുവായി അഭിസംബോധന ചെയ്യപ്പെടുന്നത്. അവരുമായുള്ള ആശയവിനിമയത്തിന്റെ ഭാഗമായിട്ടാണ് ചരിത്രത്തിലെ പല വ്യക്തികളെയും സംഭവങ്ങളെയും ഒക്കെ സൂറത്തിൽ പരാമർശിക്കുകയുണ്ടായത്. ഈ അവസാന ഭാഗത്ത് അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരിക്കുന്ന വിവരണവും പ്രത്യക്ഷത്തിൽ തന്നെ ഈ മക്കയിലെ അഭിസംബോധിതരെ കേൾപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇവിടെ മക്കയിലെ നിഷേധികൾക്ക് തങ്ങളെ തന്നെ ഒരു ദർപ്പണത്തിൽ പ്രതിഫലിച്ച് കാണുന്ന വിധത്തില് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രം ഈ അവസാനത്തെ ഈ വിവരണത്തിൽ അടങ്ങിയിട്ടുണ്ട്. അത് ഇബ്ലീസാണ്. ഇബ്ലീസിന് അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് മുഴുവൻ മലക്കുകളെയും പോലെ ഒരു നിലപാട് സ്വീകരിക്കാമായിരുന്നതാണ്. അള്ളാഹുവിന്റെ പുതിയ സൃഷ്ടിപ്പിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട്
ആ സൃഷ്ടിപ്പിന്, അള്ളാഹുവിന്റെ പുതിയ സൃഷ്ടിയായ മനുഷ്യന് ആദരവ് അർപ്പിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ അള്ളാഹു നിർദ്ദേശിച്ചപ്പോൾ മലക്കുകൾ യാതൊരു വൈമനസ്യവും ഇല്ലാതെ അതിന് സന്നദ്ധരായി. എന്നാൽ അതിന് കൂട്ടാക്കാതെ ഇരുന്ന ഇബ്ലീസിന്റെ ന്യായം ഇബ്ലീസിനോട് തന്നെ ചോദിച്ച് പറയിപ്പിക്കുകയാണ് നമ്മൾ വായിച്ച ഈ ഭാഗത്ത് അള്ളാഹു ചെയ്യുന്നത്. മക്കയിലെ ആളുകളെയാണ് അള്ളാഹു പ്രത്യക്ഷത്തിൽ അത് കേൾപ്പിക്കുന്നത്. ഒരേ ഒരു കാരണമാണ് ഇബ്ലീസിന് പറയാനുണ്ടായിരുന്നത്, ഞാനാണ് മുന്തിയവൻ അവനേക്കാൾ എന്നത്. അല്ലാതെ അള്ളാഹു തന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടില്ല കേട്ടോ. പലരും ഉന്നയിക്കാറുള്ള ഒരു ചോദ്യം അതാണ്. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ എന്തിനാണ് മലക്കുകളിൽ പെടാത്ത ഇബ്ലീസ് സുജൂദ് ചെയ്യുന്നത്? അങ്ങനെ ഒരു കാര്യം ഇബ്ലീസ് ഉന്നയിക്കുന്നില്ല. ഇബ്ലീസിന് കൃത്യമായ ബോധ്യമുണ്ട് അള്ളാഹു സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ട ആ സംഘത്തില് ഇബ്ലീസും പെടും എന്നത്. അല്ലെങ്കിൽ ഇബ്ലീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ആ നിർദ്ദേശം നൽകിയത് എന്ന കാര്യം ഇബ്ലീസിന് കൃത്യമായ ബോധ്യമുണ്ട്. അല്ലെങ്കിൽ നീ മലക്കുകളോടല്ലേ സുജൂദ് ചെയ്യാൻ പറഞ്ഞത്, ഞാൻ എന്തിനാണ് സുജൂദ് ചെയ്യുന്നത് എന്നൊരു ഉത്തരം ഇബ്ലീസിൽ നിന്ന് ലഭിക്കാമായിരുന്നതാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോ അള്ളാഹുവിന്റെ ആ കൽപ്പന ഇബ്ലീസിനും ബാധകമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ യാതൊരു വിധത്തിലുള്ള പ്രയാസവും ഇല്ല. ഇബ്ലീസ് പറഞ്ഞ മറുപടി, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്, ശ്രേഷ്ഠനാണ്, എന്നെ നീ തീ കൊണ്ടാണ്, അഗ്നി കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അവനെ കളിമണ്ണ് കൊണ്ടുമാണ്. അതുകൊണ്ട് അവനേക്കാൾ ശ്രേഷ്ഠത എനിക്കാണുള്ളത്, ഞാനല്ല അവന് സുജൂദ് ചെയ്യേണ്ടത്, വേണമെങ്കിൽ അവനെ എനിക്ക് സുജൂദ് ചെയ്തോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ് ഇബ്ലീസിന്റെ സംസാരത്തില് നമുക്ക് അങ്ങനെ ഒരു ധ്വനിയുള്ളതായിട്ട് കാണാൻ കഴിയും. എന്തായാലും ഇബ്ലീസ് ആദമിന് സുജൂദ് ചെയ്യാൻ ഒരുക്കമല്ല. അതിന്റെ കാരണം ആദമിനേക്കാൾ ശ്രേഷ്ഠനാണ് താൻ എന്ന് ഇബ്ലീസ് മനസ്സിലാക്കുന്നതാണ്. അപ്പൊ രണ്ടുപേരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിന് അടിമപ്പെടേണ്ടവരാണ്, യാതൊരു സംശയവും ഇല്ല അക്കാര്യത്തില്. മലക്കുകളും അങ്ങനെ തന്നെയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിന് വിധേയപ്പെടേണ്ടവരുമാണ്. പക്ഷെ മലക്കുകൾക്ക് യാതൊരു വൈമനസ്യവും ഇല്ലാതെ അള്ളാഹുവിന്റെ ഏത് കൽപ്പനയും അനുസരിക്കാൻ, അത് പാലിക്കാനും അത് നടപ്പിലാക്കാനും തങ്ങൾ സന്നദ്ധരാണ് എന്ന ഒരു വ്യക്തതയുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഇബ്ലീസ് അങ്ങനെയല്ല. അപ്പൊ ഇവിടെ മക്കയില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഖുറൈശി പ്രമാണിമാർ ഉന്നയിച്ച ഒരു ചോദ്യം, അല്ല, ഈ കണ്ട പ്രമാണിമാരൊക്കെ ഉണ്ടായിട്ട് ഇവനെയാണോ അള്ളാഹുവിന് ദൂതനായിട്ട് നിയോഗിക്കാൻ കിട്ടിയത് എന്നൊരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യം തുടക്കത്തില് മക്കയിലെ മുശ്രിക്കുകളായ പ്രമാണിമാർ ഉന്നയിച്ച ഒരു കാര്യം നമ്മൾ കാണുകയുണ്ടായി. ഇക്കണ്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിട്ട്, ഞങ്ങൾ പ്രമാണിമാരൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഈ അനാഥനായി ജീവിച്ച മുഹമ്മദിനെയാണോ അള്ളാഹുവിന് ദൂതനായിട്ട് നിയോഗിക്കാൻ കിട്ടിയത് എന്നതാണ് അവർ ഉന്നയിച്ച ചോദ്യം. അപ്പോ മനസ്സിൽ ഉറച്ചു കിടക്കുന്ന ഒരു ബോധ്യം എന്താണ്? ഈ മുഹമ്മദിനേക്കാൾ ഈ വക നേതൃപരമായ ദൗത്യം നിർവഹിക്കാനൊക്കെ ശ്രേഷ്ഠതയും യോഗ്യതയും ഒക്കെ ഉള്ളത് ഞങ്ങൾക്കാണ് എന്നതാണ്. ഈ ഒരു മനസ്ഥിതി തന്നെയാണ് സൃഷ്ടിപ്പിന്റെ തുടക്കത്തില്, മനുഷ്യരുടെ സൃഷ്ടിപ്പിന്റെ ആ ഘട്ടത്തില് അള്ളാഹുവിന്റെ നിർദ്ദേശം ലംഘിക്കാൻ ഇബ്ലീസിന് പ്രേരണയായ കാര്യം. ഇബ്ലീസിനെ പിടികൂടിയത് കിബ്റാണ്. മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനായി അംഗീകരിക്കാതിരിക്കുന്നതിന്റെ കാരണവും അവരുടെ കിബ്റാണ്. മുഹമ്മദ് നബി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമാണ് എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടാൻ തടസ്സമുണ്ടായത് കൊണ്ടല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ല എന്ന കാര്യം അവര് സർട്ടിഫൈ ചെയ്തതാണ്. അവര് തന്നെ അതിന്
സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. ആ സംഗതി അവര് സാക്ഷ്യം വഹിച്ച് നേരത്തെ പ്രഖ്യാപിച്ച് അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അൽ അമീൻ എന്ന് വിളിക്കാറുണ്ടായിരുന്നത്. നുബുവത്തിന് മുമ്പാണത് സംഭവം. ആ പ്രവാചകൻ തങ്ങളുടെ അടുക്കൽ വന്ന് വളരെ യുക്തിഭദ്രമായ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെ, പാരത്രിക ജീവിതത്തെ, തന്നിൽ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള പ്രവാചകത്വത്തെ ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോ അവര് അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കൂട്ടാക്കാതെ ഇരിക്കുന്നത് തങ്ങള് പ്രമാണിമാരും പ്രാധാന്യമുള്ളവരും ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിട്ട് പോലും ഈ മുഹമ്മദിനെയാണ് അള്ളാഹു തെരഞ്ഞെടുക്കുകയുണ്ടായത്. ഞങ്ങളല്ലേ അവനേക്കാൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ശ്രേഷ്ഠതയുള്ളവരും യോഗ്യതയുള്ളവരും എന്നതാണ് അവരെ അലട്ടിക്കൊണ്ടിരുന്ന ചോദ്യം. ഇത് ഇബ്ലീസ് പ്രകടിപ്പിച്ച കിബറിന്റെ അതേ സ്വഭാവമുള്ള ഒരു സംസാരമാണ്. അപ്പോ മക്കയിലെ കുഫാറുകളെ, മക്കയിലെ പ്രമാണിമാരായ മുശ്രിക്കുകളെ സ്വന്തം അവസ്ഥ എന്താണ് എന്നത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ മുന്നിൽ ഒരു ദർപ്പണം, ഒരു കണ്ണാടി പിടിച്ചു കൊടുക്കുന്ന പോലെയാണ് അള്ളാഹു ഈ സംഭവം വിവരിക്കുന്നത്. ഈ സംഭവം വിവരിച്ച് പൂർത്തിയാകുന്നതോടുകൂടി മക്കയിലെ ഖുറൈശി പ്രമാണിമാർക്ക്, അതുപോലെ അവിടെയുള്ള മുശ്രിക്കുകളും കുഫാറുകളുമായ നേതാക്കന്മാർക്കൊക്കെ ഇത് തങ്ങളെക്കുറിച്ച് തന്നെയാണല്ലോ എന്നത് കൃത്യമായി ബോധ്യപ്പെടും. അവര് പക്ഷെ അധികാരത്തിൽ നിന്നോ അല്ലെങ്കിൽ അഹങ്കാരത്തിൽ നിന്നോ ഒന്നും പിൻവാങ്ങുക എന്നൊരു കാര്യം ഉണ്ടാവുന്നില്ല. ആ ഘട്ടത്തിൽ ഏതായാലും ഇല്ല. അവര് ആ അധികാരപരമായ നിലപാടിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഈ മക്കയിലെ നേതാക്കന്മാരും സ്വീകരിക്കുകയുണ്ടായത്. എന്തുകൊണ്ടാണ് ആദമിന് സുജൂദ് ചെയ്യാൻ നീ കൂട്ടാക്കാതിരുന്നത് എന്ന ചോദ്യത്തിനോട് പ്രതികരിച്ചുകൊണ്ട് ഇബ്ലീസ് സംസാരിക്കുമ്പോ നീ എന്നെ അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ചു, അവനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് മറുപടി പറയുന്നത്. ആ മറുപടിയിൽ തന്നെ യഥാർത്ഥത്തിൽ ഒരു പുനരാലോചനക്ക് ഇബ്ലീസിന് ന്യായമായ കാരണം ഉണ്ടായിരുന്നു. നീ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. എന്നെ സൃഷ്ടിച്ചത് നീയാണെങ്കിൽ നിനക്ക് വിധേയപ്പെടുക എന്നൊരു നിലപാട് ഞാൻ കാണിക്കേണ്ടതുണ്ട് എന്ന ഒരു അനിവാര്യമായ യാഥാർത്ഥ്യം ഇബ്ലീസ് ബോധപൂർവം അവിടെ അവഗണിക്കുകയാണ്, മറക്കുകയാണ്. മക്കയിലെ ഈ നിഷേധികളുടെ നിലപാടിലും ഇതുപോലെ ഒരു കാര്യം അടങ്ങിയിട്ടുണ്ട്. അവരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സത്യസന്ധനായി അൽ അമീനായി അംഗീകരിച്ചതും അദ്ദേഹത്തെ പല തർക്കങ്ങളിലും തീർപ്പ് കൽപ്പിക്കാൻ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശ്രേഷ്ഠതയുണ്ട് എന്ന കാര്യം അള്ളാഹു പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മക്കയിലെ പ്രമാണിമാരും മുശ്രിക്കുകളും ഒക്കെ അംഗീകരിച്ചിരുന്നു എന്നതാണ് വസ്തുത. ഈ വസ്തുതയെ പോലും വിഴുങ്ങിക്കൊണ്ടാണ് അവര് അള്ളാഹുവിന്റെ പ്രവാചകനോട് ശത്രുത കാണിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ഇവനെയാണോ ദൂതനായിട്ട് ദൗത്യം നിർവഹിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന ചോദ്യമാണ് അവര് ഉന്നയിക്കുകയുണ്ടായത്. അതുകൊണ്ട് അവരുടെ അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണ് എന്നത് വെളിപ്പെടുത്തി കൊടുക്കുന്നതിന്, അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് അള്ളാഹു ഈ ചരിത്ര സംഭവം അവരെ കേൾപ്പിക്കുകയാണ്. അവർക്ക് തീർച്ചയായിട്ടും ഈ സംഭവം കേൾക്കുന്നതോടെ തങ്ങൾ ഏത് അവസ്ഥയിലാണ് ഉള്ളത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. സൂറത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ അള്ളാഹു മക്കയിലെ ഈ സമൂഹത്തെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന ആ ആശയവിനിമയം, അതിന് ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് അതിനെ ഉപസംഹരിച്ചുകൊണ്ട് ഇവിടെ ചില ആയത്തുകളിലായിട്ട്, 3 ആയത്തുകളിലായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. ഖുൽ, പ്രവാചകരെ അവരോട്, ഈ നാട്ടുകാരോട്, ഈ ജനങ്ങളോട് ഇങ്ങനെ പറയുക, മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, നിങ്ങളോട് ഞാൻ ഇതിന്റെ പേരിൽ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഞാൻ നിങ്ങളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിനും നിങ്ങളെ ജീവിതത്തിൽ സന്മാർഗം കാണിച്ചു തരുന്നതിനും സത്യസരണിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതിനൊന്നും, അതൊക്കെ എളുപ്പമുള്ള പണിയല്ല, വളരെ പ്രയാസം നിറഞ്ഞ പണി തന്നെയാണ്. അങ്ങനെയുള്ള വളരെ ത്യാഗം നിറഞ്ഞ, പ്രയാസം അടങ്ങിയിട്ടുള്ള ഈ കാര്യം ചെയ്യുന്നതിന് പക്ഷേ നിങ്ങളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല. പണം എന്ന നിലക്കോ അംഗീകാരം എന്ന നിലക്കോ അല്ലെങ്കിൽ അധികാരം നൽകപ്പെടുന്നു എന്ന വിധത്തിലോ ഒന്നും തന്നെയുള്ള യാതൊരു വിധത്തിലുള്ള അജ്റും ഞാൻ നിങ്ങളിൽ നിന്ന് പകരമായിട്ട് ചോദിച്ചിട്ടില്ല. വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാനൊരു നാട്യക്കാരനുമല്ല. ഞാൻ പ്രത്യക്ഷത്തില് ഒരു എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു റോള് അഭിനയിക്കുന്ന ഒരാളുമല്ല, ഒരു പുറംപൂച്ച് കാണിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ ഉള്ളും പുറവും ഒരുപോലെ ഉള്ള വിധത്തിൽ മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. മനസ്സിലൊരു കാര്യം വെച്ചുകൊണ്ട് നിങ്ങളോട് മറ്റൊന്ന് പറയുന്ന ഒരു പ്രകൃതമുള്ളവനല്ല ഞാൻ. എന്റെ മുഖം യഥാർത്ഥത്തിലുള്ള മുഖം തന്നെയാണ്, അത് അഭിനയമല്ല. മുതകല്ലിഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രിറ്റൻഡ് ചെയ്യുന്ന, അഭിനയിക്കുന്ന, സിനിമയിൽ അഭിനയിക്കുന്ന പോലെയല്ല. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ചില നാട്യങ്ങളൊക്കെ കാണിച്ചെന്ന് വരും. മനുഷ്യര് അങ്ങനെ പലപ്പോഴും കാണിക്കുന്നത് പല സന്ദർഭങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ ഇപ്പോ ദൂതനായിട്ട്, സത്യസന്ധനായിട്ട്, നിങ്ങളോട് ഹക്ക് പറയുന്നവനായിട്ട് അങ്ങനെ അഭിനയിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാനത് പറയുക തന്നെയാണ്. ഞാൻ ദൂതനായിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ദൂതനായതുകൊണ്ട് തന്നെയാണ്. ഞാൻ ഹക്ക് നിങ്ങളോട് പറയുന്നത് ഹക്ക് എന്നെ ചുമതലപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ്. അപ്പോ ഞാനൊരു മുതകല്ലിഫല്ല, എന്തെങ്കിലും ഒന്നാണ് എന്നത് നിങ്ങളെ തോന്നിപ്പിക്കുന്ന വിധത്തില് അങ്ങനെ ഒരു അഭിനയകല പ്രയോജനപ്പെടുത്തുന്ന ഒരാളല്ല. അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മള് ഒരു തെരഞ്ഞെടുപ്പിനെയൊക്കെ അഭിമുഖീകരിച്ച ഒരു ഘട്ടമാണ്. ഇത് വലിയ ഒരു അഭിനയത്തിന്റെ ഒരു മുത്തക്കല്ലിഫായിക്കൊണ്ട് ഓരോരുത്തരും മാറുന്ന ഒരു സാഹചര്യമാണ്. ആളുകളുടെ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി ഞാൻ ഇങ്ങനെയുള്ളവനാണ് എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ജനങ്ങളെ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കാനും വേണ്ടി ചില നാട്യങ്ങളൊക്കെ നടത്തുന്ന ഒരു കാലം. ക്യാമ്പസുകളിലെ ഇലക്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ, യൂണിയൻ ഇലക്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് കാണാം, മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നേരത്തെ തന്നെ ഒരു ഇമേജ് ബിൽഡിങ്ങിന്റെ പരിപാടിയിലേക്ക്, ഒരു PR വർക്കിനൊക്കെ ഇറങ്ങുന്നത് കാണാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഭിനയിച്ച് കാട്ടി നിങ്ങളെ സ്വാധീനിക്കാനോ നിങ്ങളുടെ പിൻബലം നേടാനോ ഒന്നും ഉദ്ദേശിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്കിതിൽ വ്യക്തിപരമായിട്ട് ഒരു നേട്ടവും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രതിഫലമോ ഇനി വേറെ എന്തെങ്കിലും നിലക്കുള്ള ഭൗതിക നേട്ടമോ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ ഇക്കാര്യത്തില്. മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഈ വിഷയത്തിൽ, ഈ കാര്യത്തിന്റെ പേരിൽ നിങ്ങളിൽ നിന്ന് ഞാനൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ എന്തെങ്കിലും പുറംപൂച്ച് കാണിക്കുന്ന ഒരു നാട്യക്കാരനുമല്ല, ഒരു അഭിനയകല പ്രയോഗിക്കുന്ന ഒരാളും അല്ല ഞാൻ. ഞാൻ പറയുന്നത് ഉള്ളത് ഉള്ള പോലെ ഹക്കായിട്ട് നിങ്ങളെ കേൾപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അതിലൊരു മുതകല്ലിഫല്ല. പറയുന്നത് ഒരു കാര്യം, മനസ്സിൽ വേറെ ഒന്ന് എന്ന നിലക്കുള്ള ഒരു നിലപാട് എനിക്ക് പരിചയമില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ, ഞാനിപ്പോ ഇതുവരെ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന ഈ അള്ളാഹുവിന്റെ വെളിപാടുകൾ ഉണ്ടല്ലോ, ഈ ആയാത്തുകൾ, ഈ സംഗതികള് യഥാർത്ഥത്തിൽ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ, സർവ്വലോകങ്ങളിലും ഉള്ളവർക്കുള്ള ഒരു ഉത്ബോധനമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല,
മക്കയിലെ പരിമിതരായ ആ സമൂഹത്തിന് മാത്രമായിട്ടുള്ളത് പോലുമല്ല. ലോകർക്ക് ആലം മുഴു ലോകങ്ങൾക്കുമുള്ള ഒരു ദിക്റാണിത്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇൻഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ എന്നാണ് പറയുന്നത്. ലിൽ ആലമീൻ, ആലമീൻ എന്ന് പറഞ്ഞ ലോകങ്ങൾ, വിവിധങ്ങളായ ലോകങ്ങൾ, വിവിധങ്ങളായ സമൂഹങ്ങൾ അടങ്ങിയിട്ടുള്ള ലോകത്തെ മുഴുവൻ മനുഷ്യ സഞ്ചയത്തിനും അതുപോലെ ജിന്നുകൾക്കും ഒക്കെയുള്ള ഏതൊക്കെ ലോകങ്ങൾ അല്ലാഹു ഈ കാര്യം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടോ ആ ലോകങ്ങൾക്കൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലായി, വിബോധനമായി, അവരെ കണ്ണു തുറപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിട്ട് അവർക്ക് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവിക വെളിപ്പാടുകൾ. അതിന് ഈ ഒരു സംഗതി നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക എന്നതാണല്ലോ ഞാൻ മുഖ്യമായും ചെയ്യുന്ന ഒരു കാര്യം. അതിന്റെ പേരിൽ എന്തെങ്കിലും ഭൗതിക നേട്ടം ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു പ്രതിഫലം ഞാൻ തേടുന്നില്ല. ഏതെങ്കിലും രൂപത്തിലുള്ള പ്രതിഫലമായാലും അത് പണമാവണമെന്നില്ല. പണം എന്ന നിലക്ക് ഞാൻ ചോദിച്ചിട്ടില്ല. ഇനി അതല്ലാത്ത പല പ്രതിഫലവും ആളുകൾക്ക് ഒരു ഉപകാര സ്മരണ അല്ലെങ്കിൽ പ്രത്യുപകാരം ഒക്കെ ആയിട്ട് ചെയ്യാറുണ്ടല്ലോ. അങ്ങനെയുള്ള യാതൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നേ ഇല്ല. ഇത് ലോകരെ ഉണർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്ബോധനം മാത്രമാണ്. നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, മുഴുവൻ ലോകത്തെയും മുഴുവൻ ആളുകളെയും ഉണർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്ബോധനമാണിത്. ഇനി ഈ കാര്യം ശരിയാണോ തെറ്റാണോ എന്നതല്ലേ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആശയക്കുഴപ്പമായിട്ട് അവശേഷിക്കുന്ന കാര്യം. ഇത് കൊണ്ടുവന്ന ആള് നിങ്ങൾക്ക് പരിചയമുള്ള വിധത്തിൽ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത, നിങ്ങളുടെ രാവും പകലും പോലെ നിങ്ങൾക്ക് തെളിമയുള്ള, നിങ്ങളുടെ ഇടയിൽ വളർന്ന ആളാണ്. അപ്പൊ അക്കാര്യം ക്ലിയർ ആണ്. രണ്ടാമത്തത്, ഈ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ എങ്ങനെ പരിശോധിച്ചാലും ഹക്കായിട്ടേ നിങ്ങൾക്ക് ബോധ്യപ്പെടുള്ളൂ. അത് സത്യമാണ്. നിങ്ങളുടെ മനസ്സിന്റെ സത്യസന്ധത ഉള്ള അവസ്ഥയിൽ അതൊന്ന് വായിക്കുകയോ കേൾക്കുകയോ പരിശോധിക്കുകയോ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും. മനസ്സിന്റെ സത്യസന്ധത ഇല്ലാതെ നിങ്ങൾ അത് പരിശോധിക്കാൻ മുതിർന്നുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതേ സമയത്ത് ബുദ്ധിപരമായ സത്യസന്ധതയോടുകൂടിയാണ് നിങ്ങൾ അതിനെ സമീപിക്കുന്നതെങ്കിൽ ഈ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഗതികൾ യാഥാർത്ഥ്യമാണ് എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഇനിയും നിങ്ങൾക്ക് അത് യുക്തി തലത്തിൽ ബോധ്യപ്പെട്ടതായിട്ടും നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന യുക്തി തലത്തിൽ അത് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ള അവസ്ഥ ഉണ്ടായിട്ട് പോലും ആകാശത്തുനിന്ന് ഒരു മലക്ക് ഇറങ്ങി വന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ അകമ്പടിയായിട്ട് അള്ളാഹു വേറെ ആരെയും പറഞ്ഞയച്ചില്ല എന്നൊന്നുള്ള കാരണത്താൽ, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണല്ലോ മക്കയിലെ ആളുകൾ ഉന്നയിച്ചിരുന്നത്. എന്തുകൊണ്ട് ഇയാളെ തനിച്ച് പറഞ്ഞയച്ചു, രണ്ടാളെ അകമ്പടിക്ക് പറഞ്ഞേക്കാതിരുന്നത് എന്ത്, ഭൂമിയിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ഈ കാര്യം ഞങ്ങളോട് പറയാതിരുന്നത് എന്ത്, ഇങ്ങനെ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ നിങ്ങളെ കൂട്ടത്തിൽ ഈ നാട്ടില്, അയാളെ അള്ളാഹു ദൂതനായിട്ട് അയച്ചിരിക്കുന്നു കേട്ടോ, എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ ഭൂമിയിൽ ഇറങ്ങി നടക്കാതിരുന്നത് എന്ത്, ഇതൊക്കെയാണ് അവരുടെ ചോദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ യുക്തിയുടെയും ബുദ്ധിപരമായ വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനി ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. അതാണ് അല്ലാഹു പറയുന്നത്, വല തഅലമുന്ന നബഅഹു. ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുലരാനിരിക്കുന്ന യാഥാർത്ഥ്യം തീർച്ചയായിട്ടും നിങ്ങൾ അറിയും. വല തഅലമുന്ന നബഅഹു, ഇതിന്റെ വൃത്താന്തം, ഇതുമായി ബന്ധപ്പെട്ട വാർത്ത, ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വസ്തുത നിങ്ങൾ തീർച്ചയായും അറിയും. ബഅദഹീൻ, ഒരല്പം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വസ്തുത എന്താണ് എന്നതറിയാൻ വഴി തുറന്നു കിട്ടും. കാത്തിരുന്നോളും. ഇതാണ് അല്ലാഹു ഈ ആളുകളോട് പറയുന്നത്. ബഅദഹീൻ എന്ന് പറഞ്ഞാൽ അല്പസമയം, കുറഞ്ഞ സമയം. ആ ഹീനെ നമുക്ക് അല്ലാഹു അനുവദിച്ചിട്ടുള്ളൂ, അതാണ് വസ്തുത. ബഅദഹീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ആ സമയം ഉണ്ടല്ലോ, അതങ്ങ് കഴിയേ വേണ്ടതുള്ളൂ.
അതോടുകൂടി നിങ്ങൾക്ക് അത് മനസ്സിലാവും. രണ്ട് രീതിയാണ് അതിനുള്ളത്. ഒന്ന്, അള്ളാഹുവിന്റെ പ്രവാചകൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ സത്യമായി പുലരുന്ന അന്ത്യസമയം വരികയും എല്ലാവർക്കും കണ്ണുകൾ കൊണ്ട് കണ്ടു ബോധ്യപ്പെടാൻ അവസരം ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒന്ന്, എല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ട ഒരു അജലുണ്ടല്ലോ, മരണം. ആ മരണത്തിന്റെ പ്രക്രിയയിലൂടെ എല്ലാവരും ഓരോരുത്തരും കടന്നു പോകുന്നതോടെ അവർക്കൊക്കെയും തന്നെ അത് ബോധ്യപ്പെടും. അപ്പോ അതിനാകെ തടസ്സമായിട്ടുള്ളത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ഈ സമയം മാത്രമാണ്. വലതഅലമുന്ന നബഅഹു, ഇതിന്റെ വൃത്താന്തം, ഇതിന്റെ കൃത്യമായ വെളിപ്പെടുത്തൽ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ അറിയും. എപ്പോഴാണ്? ബഅദ ഹീൻ, ഒരല്പം പിന്നിടുന്നതോടെ. ഹീൻ എന്ന് പറഞ്ഞ സമയം എന്നാണ്. ബഅദ ഹീൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തിന് ശേഷം. ഈ ഹീൻ എന്നത് നമ്മുടെ ആയുസിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നത് ഈ വാക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു ഹീനുണ്ട്, ഒരു സമയമുണ്ട്, ഒരു അജലുണ്ട്. ആ അജല് പിന്നിടുന്നതോടുകൂടി അതൊന്നുകിൽ യൗമുൽ ഖിയാമ സംജാതമാകുന്നത് വഴിയാവാം, അതല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും മരണം സംഭവിക്കുന്നതോടെയാവാം. ഈ രണ്ടിലൊരു പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകുന്നതോടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന കാര്യത്തിന്റെ യാഥാർത്ഥ്യം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. അതുകൊണ്ട് കാത്തിരുന്നോളൂ. ഈ ഹീനൊന്നങ്ങ് കഴിഞ്ഞോട്ടെ. നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട അജലുണ്ടല്ലോ, ആ സമയം ഒന്നങ്ങ് കഴിഞ്ഞോട്ടെ. അതോടെ നിങ്ങൾ ഓരോരുത്തർക്കും തന്നെ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെളിപ്പെടുത്തൽ അറിയുക തന്നെ ചെയ്യും. നിങ്ങൾക്കത് ബോധ്യപ്പെടും. ബോധ്യപ്പെടാൻ വേണ്ട കാര്യം വെളിപ്പെടുകയും ചെയ്യും. ഇതാണ് അള്ളാഹു ഈ പ്രഭാഷണത്തെ ഉപസംഹരിച്ചുകൊണ്ട് മക്കയിലെ അഭിസംബോധിതരായ ആളുകളെ കേൾപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. അപ്പോ സൂറത്ത് സ്വാദിന്റെ പഠനമാണ് നമ്മളിവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. 88 ആയത്തുകൾ അടങ്ങിയ മക്കയിൽ അവതരിച്ച സൂറത്താണ് സൂറത്ത് സ്വാദ്. അതിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ വിശദമായി പഠന വിധേയമാക്കുകയുണ്ടായി. ഇനി ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾക്കും അതുപോലെ നിരീക്ഷണങ്ങൾക്കും ഒക്കെയുള്ള അവസരമാണ്. ഇൻഷാ അല്ലാഹ് 1-2 ദിവസങ്ങൾ നമുക്കതിനു വേണ്ടി മാറ്റിവെക്കാം. ഇനിയും ചോദ്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലോ ഒക്കെ ആയിട്ട് വിടാവുന്നതാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.